ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഈസി ആയിട്ട് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സ്വല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മൂന്നും ചേർത്ത് നല്ലോണം അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് പുളിപ്പുള്ള തൈരാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ അരമണിക്കൂറെങ്കിലും നമ്മളത് മാറ്റി വയ്ക്കുക. എങ്കിൽ മാത്രമേ മസാല ആ ചിക്കനിലേക്ക് നല്ലോണം മെൽറ്റ് ആവുകയുള്ളൂ. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യുക. പെരിഞ്ജീരകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യുക. വലിയ ഉള്ളി ആഡ് ചെയ്തിട്ട് അത് നല്ലോണം വഴറ്റുക. അത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളത് വഴറ്റണം കേട്ടോ. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അതെല്ലാവർക്കും അറിയായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊരു 5 സെക്കൻഡെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഞാനൊരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ 1.5 തക്കാളി അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. അത് എല്ലാം കൂടെ എന്ത് ചെയ്യുക, ഒരു 5 സെക്കൻഡ് പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ചേർത്താണ്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഞാൻ സ്പെഷ്യലായിട്ട് മറ്റൊന്ന് ആഡ് ചെയ്യുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് അത് നല്ലോണം എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ചിക്കനിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ ഉള്ളിൻ്റെ ഗ്രേവിയില്ലേ, അത് നല്ലോണം ചിക്കനിലേക്ക് പിടിക്കണം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുക. വെള്ളം ഞാൻ ചിക്കൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല, അതിൽ നിന്ന് ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില നിങ്ങൾക്ക് നല്ലോണം വേണമെങ്കിൽ ഇടാം. കാരണം കറിവേപ്പില ഈ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നാടൻ കറിവേപ്പിലയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കറിവേപ്പില നല്ല പോലെ ഇട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ റെസിപ്പിയും ഈ എൻ്റെ ചിക്കൻ റോസ്റ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ്